That's not my fault. എന്തായി ഉണ്ടാക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ്. എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്? ഓംപ്ലേറ്റ്. ഇതൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്? എന്നാ നീ തിന്നണ്ട വിട്ടോ. പല്ല് തേച്ചിട്ട് തിന്നടാ, എടുത്തങ്ങ് വിഴുകയാണല്ലോ. നിങ്ങൾ ഓംപ്ലേറ്റ് എങ്ങനെ എന്നാലും എന്താ? ആ വന്നല്ല ഇൻസ്പെക്ടർ ബെൽറ, നാട് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളാ. കഷ്ടം. ശോഭ ശോഭ എന്തിരി? ஏய் ஆபீஸ் போணும். மாடு எந்திரி போடா. மா அந்த மாடு எழுந்துக்க மாட்டேங்குதுமா. அவளுக்கு ஆபீஸ்க்கு டைம் ஆயிடுச்சு. அப்புறம் என்ன டிராப் பண்ண சொன்னா அவ்வளவுதான் சொல்லிட்டேன். ஐயோ டெய்லி இவளுக்கு இதான் வேலை. எப்படி தூங்குறா பாரு. ஏய் எந்திரடி. ஏய் ஆபீஸ்க்கு டைம் ஆயிட்டு இருக்குடி. பொம்பளை புள்ள காலையில எந்திரிக்கலனா வீட்டுக்கு எப்படி மகாலட்சுமி வரும்? நீயும் தினமும் காலைல எழுந்துக்கிறதானே, அப்புறம் ஏன் மகாலட்சுமி வரல? பேசுற பேச்ச பாரு. காஃபி. சத்தம் பொடி. தேங்க்யூ. இங்க உட்கார்ந்து பேப்பர் படிக்கிறியா? படிப்பாவி. നീ എന്തിനാണ് ഇങ്ങനെ നിന്നുറങ്ങുന്ന? ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്ക് 12-1 മണിയാവുമ്പോഴാ നേരം വെളുക്കുന്ന തന്നെ. അപ്പോഴാ എനിക്ക് ഡേ സ്റ്റാർട്ട് ആവുന്ന പോലെ ഒരു ഫീല്. ശരി, രാത്രി ഞാൻ 3-4 പ്രാവശ്യം കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു. നീ എന്താ എടുക്കാത്ത? എടി ഇന്നലെ രാത്രി ആകെ സീനായിരുന്നു. അവിടെ തട്ടിടൽ വെച്ച് വലിയൊരു അടിയുണ്ടായി. ഒരു ബന്ധുവില്ലാത്ത എന്നെ അതിലേക്ക് വലിച്ചടിച്ച് കഷ്ടകാലത്തിന് ഞങ്ങൾ അച്ഛൻ്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. കിട്ടിയ ചാൻസ് കളയാതെ അങ്ങേരുടെ കരണം അടിച്ച് പൊളിച്ചിട്ട് വിട്ടെ. അവസാനം പ്രശ്നമൊക്കെ തീർത്ത് കിടന്നുറങ്ങിയപ്പോൾ ലേറ്റായി. നിന്റെ അച്ഛൻ നിന്നെ അടിക്കുന്ന ഒന്നും പുതുമയല്ലല്ലോ, ദിവസവും നടക്കുന്ന കലാപരിപാടിയല്ലേ. ശരി, നീ എന്തിനാ എന്നെ കിടന്ന് വിളിച്ചോണ്ടിരുന്ന കാര്യം പറ. അത് ഓഫീസിലെ കാനഡയിലേക്ക് എനിക്കൊരു ജോബ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെറ്റർ സാലറി, 6 months കഴിയുമ്പോൾ ബെറ്റർ പൊസിഷനും കിട്ടും. നീ എന്ത് ചെയ്യാൻ പോവാ? അറിയില്ല. അമ്മയും അച്ഛനെയും അനിയനെയും ഒക്കെ വിട്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ നിന്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി വിളിച്ചത്. നിനക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഇനിയിപ്പോൾ അടുത്തെന്താ? അടുത്തെന്താ പറയുന്ന വീട്ടിലേക്ക് പോയി ഫുഡ് കൊണ്ട് കൊടുക്കണം. അല്ല എന്താ? എനിക്ക് കുറേ ദിവസം കൊണ്ട് ഒരു ഡൗട്ട്. ഇങ്ങനെ ആഹാരം ഡെലിവറി ചെയ്യാനൊക്കെ പോകുമ്പോഴേ എപ്പോഴെങ്കിലും ടെംപ്റ്റായി ഓപ്പൺ ചെയ്ത് അതെടുത്ത് കഴിക്കാൻ തോന്നിട്ടുണ്ടോ? തോന്നൂടി, ഡെയിലി തോന്നും. പക്ഷെ കഴിച്ചാൽ ജോലി പോലെ. പിന്നെ വലിയ ഗവർണർ ജോലിയല്ലേ. ഒന്ന് പോടി, എല്ലാവർക്കും അവരവരുടെ ജോലി വലുതാണ്. നീ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അയ്യോ ചേട്ടാ, ഒരു മിനിറ്റ്. നീ എവിടെ പോന്നേ? നിനക്ക് ഓഫീസിൽ പോകണ്ടേ? വരുന്നു. നീ എന്തായി കാണിക്കുന്നത്? എന്റെ അനിയൻ തണ്ടി ഉണ്ടല്ലോ, അവനാ രാവിലെ എന്നെ എഴുപ്പിച്ച. അതുകൊണ്ട് അവന് നടന്നു പോയാൽ മതി. ഹലോ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ സംസാരിച്ച് തീർക്കാം. ചുമ്മാ എന്റെ വണ്ടിയിൽ കൈവെക്കല്ലേ. ഓ പിന്നെ വലിയ വണ്ടി. നീ എന്തിനാ ഈ സ്കൂട്ടി ഓടിക്കുന്ന? നല്ല ആമ്പിള്ളാരെ പോലെ ബൈക്ക് ഓടിച്ചോടി നിനക്ക്. പോടി വല്ലയിടത്ത് തിരിച്ചാവണ്ട. പോ ഇവിടേക്ക് ഓഫീസിലേക്ക്. ബൈ. കോളേജ് മാർക്കല്ലേ? ഹേ പഴം. ഹായ്. സോറി കണ്ടില്ല ചേട്ടാ, ഒന്ന് അടിച്ചു വെച്ചേക്കണേ. എത്ര വർഷമായി? ഐ സോ യു ദ അതർ ഡേ. ഒരു ഹായ് പോലും പറയാതെ പോയല്ലോ. അപ്പൊ ആത്തേണ്ടി ഇവളോട് പറഞ്ഞു. അല്ല, എന്നെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് ഓർത്തിരിക്കാറില്ല. നിന്നെ എങ്ങനെ മറക്കാൻ കഴിയും? ക്ലാസ് ടോപ്പർ അല്ലേ നീ? സോ 12th കഴിഞ്ഞ് എന്താ ചെയ്ത്? ഇല്ല, ഞാൻ കോളേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്താ പറ്റി? വി ഓൾ തോട്ട് യു വുഡ് ഗോ ടു പ്ലേസസ്. വലിയൊരു പൊസിഷനിൽ സക്സസ്ഫുൾ ആയിരിക്കുന്നാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും പറയാറുള്ളത്. വാട്ട് ഹാപ്പൻഡ്? അതെ, ഒരു 200 രൂപ വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോയിക്കോ. പെട്ടെന്ന് വണ്ടി സർവീസ് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിലേ വഴിയിൽ പണി കിട്ടും. അതെ വരുന്നേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഡെലിവറി കൊടുക്കാനുണ്ട്. വരട്ടെ, ബൈ. പഴം, 1 സെക്കൻഡ്. നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഷുവർ. 9840674238.
ഞാൻ നിനക്കൊരു മിസ് കോൾ തരാം. ആ. സേവ് ചെയ്ത് വെച്ചോ. ലെറ്റ്സ് സ്റ്റേ ഇൻ ടച്ച്. ഐ വാട്സ്ആപ്പ് യു. ബൈ. അവളായിട്ട് തന്നെ നിന്നെ വിളിച്ച് നമ്പർ തന്നോ? യാ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനായിരിക്കും? എന്തെന്തിനായിരിക്കും? എന്റെ നമ്പർ അവളുടെ അടുത്ത് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചു. അവളുടെ നമ്പർ എന്റെ അടുത്ത് ഉണ്ടാവണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നു. അതായത് നമ്മളെ തന്നെ എപ്പോഴും താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വലിയൊരു പവർ ഉണ്ട്, അറിയോ? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അങ്ങനെയൊന്നുമില്ല. എന്റെ അടുത്ത് ഒരു പെണ്ണ് നമ്പർ വാങ്ങിച്ചില്ല, അതിന്റെ അസൂയലാണ് നിനക്ക്. ഓ പിന്നെ അസൂയപ്പെടാൻ പറ്റിയ ഒരു പീസല്ലേ. ദേ, അവളെ വിളിക്കുന്ന അങ്ങോട്ട് ഇടാ. ഹലോ. ഹേ ഹായ്, ഹൗ ആർ യു? ഹായ്, ഐ എം ഫൈൻ. ഹൗ ആർ യു? ഞങ്ങൾ ഈ ഡൂയിങ് കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം ചേർന്ന് ഒരു സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടിപ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയില്ല. ഐ നോ. ഞങ്ങൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ദിവസവും ഡോയിങ്ങിൽ ഓർഡർ ചെയ്തിട്ട് അഡിക്റ്റ് ആയി പോയി. ഓ, ഐ ക്യാൻ സ്റ്റിൽ ഡെലിവർ. Are you sure? It won't be much of a hassle for you. Hey, ചേച്ചി, of course. എന്താ വേണമെന്ന് പറഞ്ഞോ. Okay, so 2 chicken tandoori pizza large. Okay. തന്തൂരി പിസ്സ ലാർജ്. Momos from Gogo Momo. മോമോസ് ഫ്രം ഗോഗോ മോമോ. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. And crispy corn from Merlin China. നൈസ് ഓർഡർ. അത് അടിപൊളിയാ. ഞാൻ ഒരു 45 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യാം. Perfect. Thank you so much. It really means a lot. ഏയ്, ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? നോ പ്രോബ്ലം. You're a sweetheart. സ്വീറ്റ്. ഇപ്പൊ മനസ്സിലായടാ എന്തിനാ അവള് നിന്റെ നമ്പർ വാങ്ങിയെന്ന്. എന്തിനാ? ഡയറക്റ്റ് ഡെലിവറി. നിന്നെ അവള് യൂസ് ചെയ്യാടാ. പൊടി, ചുമ്മാ എപ്പോഴും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഡാ ഫ്രണ്ടിനെ വിശ്വസിക്കടാ. ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിട്ട് വിശ്വസിക്കാം. ആ ഓർഡർ വാട്സപ്പ് ചെയ്യടി. അയ്യോ, Hey. Thank you so much. താങ്ക്സ് ഒന്നും വേണ്ട. Come. ഏയ്, ചെരുപ്പ്. Come in. അല്ല, It's fine. It's fine. നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ ഒരു പിടിയില്ല. പട്ടിണി ആയേനെ. How much? 6,250. Okay. Okay. ഇന്ന് ഇതെന്താ? ടിപ്പ്. വേണ്ട, കുഴപ്പമില്ല. ബൈ. Bye. ഈ സംഭവം രക്ഷിതാക്കൾക്കിടയിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന മഞ്ജു എന്ന കുട്ടിയെ പെട്ടെന്ന് അവിടുന്ന് കാണാതായിരിക്കുന്നു. ഡേയ്, എങ്ങനെ ചട്നി തരാം, നിക്കടാ. സംഭവിച്ചെന്ന് മഞ്ജുവിന്റെ രക്ഷിതാക്കൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. നേരത്തെ നടന്ന പല കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവത്തിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താടാ പോയല്ലോ. മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? വാക്കൗട്ടായോ? എന്ത് പറ്റിയടാ? വല്ലാത്ത ത്രില്ലിലായിരുന്നല്ലോ. അവളെന്താ പറഞ്ഞ? അല്ല, സാർ എന്താ ചോദിച്ച്? ഫുഡൊക്കെ വാങ്ങിയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞായിരുന്നോ? എന്താ പറ്റിയ? ഒന്ന് പറയണം സാർ. അത് പിന്നെ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചിട്ട് ടിപ്പാന്ന് പറഞ്ഞ് കുറച്ച് കാശ് തന്നടി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവള് നന്നായിട്ട് നിന്നെ യൂസ് ചെയ്യാ. വേറെ പണിയൊന്നുമില്ല നിനക്ക്. ആ ശരി, ഓക്കെ, നീ പറഞ്ഞ ശരി. എന്താ പോരെ? ഹാപ്പി ആയില്ലേ? അല്ലല്ലല്ല, എന്റെ ഫ്രണ്ട് എന്തിനാ വെറുതെ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞതാ. ഞാൻ ഉന്നെ പ്രൊട്ടക്ട് பண்ண പാത്തണ്ടാ. കുഴപ്പമില്ല, വിട്ടേക്ക്. ശരി, ടിപ്സ് എന്ത് ചെയ്തു? വാങ്ങിച്ചോ ഇല്ലേ? പാതി വഴിക്ക് വന്നപ്പോഴും ഓർത്ത് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ ടിപ്സ് വാങ്ങിക്കാണ്ടിരുന്ന മണ്ടത്തരായി പോയിരുന്നു. വെറുതെ അഭിമാനം പൊക്കി പിടിച്ചോണ്ട് അതും പോയി കിട്ടി. ക്യാഷ്യർ നന്ദകുമാറിന്റെ 6 വയസ്സ് പ്രായമുള്ള ശ്വേത എന്ന കുട്ടിയും ഇലക്ട്രിസിറ്റി ബോർഡിലെ
ജീവനക്കാരനായ ഹരി എന്ന ആളുടെ 4 വയസ്സ് പ്രായമുള്ള മകൻ രാഹുലും വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബൈക്കിൽ വന്ന അജ്ഞാതരായ 2 പേർ ഈ 2 കുട്ടികളെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായുള്ള ശ്വേത എന്ന കുട്ടിയും ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനായ ഹരി എന്ന ആളുടെ 4 വയസ്സ് പ്രായമുള്ള മകൻ രാഹുലും വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബൈക്കിൽ വന്ന അജ്ഞാതരായ 2 പേർ ഈ 2 കുട്ടികളെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അച്ഛാ, നാളെ ഈ കാശ് മറക്കാതെ പഴത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്ക്. ഇത് എപ്പോഴും ചെയ്യുന്ന ജോലി തന്നെയാണല്ലോ. പഴമെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരില, നിങ്ങളുടെ പേരിലല്ല. നീ വളർന്നത് തന്നെ എൻ്റെ കാശില്ല. ഒന്ന് പോടാ. ഹലോ, നീ ഇതെവിടെയാ? എന്താ? വരുമ്പോ മറക്കാതെ ഒരു 4 ബീർ വാങ്ങിച്ചോണ്ട് വാ. ഹലോ, നിങ്ങൾ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിരിക്കില്ല, പോയി വാങ്ങിച്ചാലെന്താ? നീ ചെയ്യുന്ന ജോലി തന്നെ അതല്ലേ? വാങ്ങിച്ചോണ്ട് വാടാ. ഞാൻ വന്നിട്ട് കാണിച്ചു തരാം, ഫോൺ വെക്കി. അതെ, നിങ്ങൾ ഈ പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ. ഇപ്പൊ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഓക്കെ ബ്രോ, ഫസ്റ്റ് ഫ്ലോറിലാ. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. എന്താ ഇത്? ഞാൻ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, ഇത് റൂം നമ്പർ 6 അല്ലേ? അടുത്ത റൂമാ. ഓടാ. ചില വ്യക്തികൾ ഒരു ബന്ധമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ പിന്നീട് അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് അപ്പം നമ്മൾ അറിയില്ല.